കൈക്കൂസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്നൊക്കെ വഴിയെ പറയാം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ. കരുണ ഗാർഡൻ എന്ന് പറയുന്ന ഈ ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത് മാണിക്കോട് ക്ഷേത്രം കഴിഞ്ഞ് നമ്മുടെ വയ്യേറ്റോട്ട് പോകുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ടാണ് കേട്ടോ. വളരെ മനോഹരമായ രീതിയിലുള്ള ചെടികളാൽ സൗന്ദര്യമേറുന്ന ഒരു ഗാർഡനാണ്. എന്നുവെച്ചാൽ പുതുമയുള്ള ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ എവിടെ കറങ്ങി നടന്നാലും നമുക്ക് കിട്ടാത്ത ഒരുപാട് ഐറ്റം ചെടികൾ ഇവിടെ കാണും. അമല ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഗാർഡൻ കേട്ടോ. വളരെ റോഡ് സൈഡിൽ തന്നെ വളരെ മനോഹരമായിട്ട് അവർ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ പെട്ടെന്ന് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. കയറി പോകുന്നതിന്റെ രണ്ടു വശത്തും അതിമനോഹരമായ ചെടികളുണ്ട് കേട്ടോ. ഈ രണ്ട് അതെ, ഈ ചെടികൾ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ കാണുന്നത്. ഇത് ഫോണിൽ നിങ്ങൾക്ക് ആ കളർ അത്രയും മനസ്സിലാവുന്നില്ലെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഈ കളർ കാണാനായിട്ട്. അതെ, വെള്ളി കളർ കണക്കിരിക്കുന്നത്. അതിൻ്റെ ഒരു പേര് പറഞ്ഞു, പക്ഷെ അത് നമുക്ക് മറന്നുപോയി കേട്ടോ പേര്. ഞങ്ങള് മറക്കാൻ പാടില്ലാത്തതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, തെറ്റിയൊക്കെ വളരെ ഒരുപാട് ടൈപ്പ് തെറ്റികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഈ ചുമന്ന തെറ്റികൾ തന്നെ ഒരുപാട് കളക്ഷൻ തെറ്റികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിലുള്ള തെറ്റികളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചെമ്പകം, അതുകൂടാതെ തന്നെ ഒരുപാട് ഐറ്റം പുതിയ ചെടികളുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇലച്ചെടികളൊക്കെ ഒരുപാട് ഐറ്റം. ഇത് നോക്കിയ ഒരു വെറൈറ്റി തെറ്റിയാണ്. എന്ത് മനോഹരമായിട്ടുള്ള തെറ്റി നോക്കി, എന്ത് കാണാൻ, എന്ത് യെല്ലോ റെഡ് തെറ്റികൾ. അതെ, യെല്ലോ റെഡ് തെറ്റിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ഐറ്റം ചെമ്പരത്തികൾ. ഇതായത് നോക്കിയ മോഡേൺ ചെമ്പരത്തി, നല്ല ഭംഗിയുള്ള രണ്ട് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ചെമ്പരത്തി. അതുകൂടാതെ തന്നെ നമ്മുടെ കടലാസ് ചെടിയൊക്കെ ഡിസൈനിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് ആ ഒരു ബോളിനകത്തായിട്ട് അത് നല്ല പൂക്കുന്ന പരുവത്തിന്. ഇപ്പോഴും നമ്മൾ ഈ മഴ സമയത്ത് ആയതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൂടാതെ നോക്കി ഇത് മൊസാന്തയുടെ വേറെ ഇനമാണെന്ന്. അതെ, പിന്നെ നമ്മൾ ഇടാതെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവ്, മാവ്, പേര, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഇതും ഒരു ഐറ്റം, നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ്. നമ്മളത് കൂടാതെ ഇത് നോക്കിയേ, ഇത് നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഒരു മരമാണ്. പിന്നെ മുല്ല, അതും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ എന്താണ് ശ്രീലങ്കൻ മുല്ല അല്ലേ? ശ്രീലങ്കൻ മുല്ല മണമില്ല കേട്ടോ, മണമില്ല. നാരകം, അങ്ങനെയൊക്കെയുള്ള ഐറ്റം. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് ഇലച്ചെടികൾ നമ്മുടെ മ്യൂസിയത്തിലൊക്കെ കണ്ടുവരാറുള്ള ഒരുപാട് ടൈപ്പ് ഇലച്ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ഇതുവരെ പോയ ഒരു ഗാർഡനിലും കാണാത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പേരയൊക്കെ കാഴ്ചയ്ക്കുന്നുണ്ട്. പേരയുണ്ട്. പിന്നെ അതുമില്ലാതെ ഓറഞ്ച്, നാരങ്ങ, പിന്നെ ഓറഞ്ച് തന്നെ പല ഐറ്റം ഉണ്ട്. മുന്തിരിയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നെല്ലി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ്. പേര തന്നെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പുഷ്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ ഗാർഡൻ. അതെ, അതാണ് കരുണ ഗാർഡൻ. നമ്മുടെ സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നി കേട്ടോ ഈ ഗാർഡൻ കണ്ട്. ഇന്ന് നമ്മൾ ഇത്രയും നാൾ കണ്ടതിൽ നമുക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു ഗാർഡനാണ് അല്ലേ ഓച്ചി? എന്തുകൊണ്ടെന്ന് വെച്ചാലേ ഒരുപാട് ഗാർഡൻകാർ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ചെടികൾക്ക് അത്ര വലിയ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടുതലും ഫലവൃക്ഷങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെടികൾക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഫലവൃക്ഷങ്ങളും ഉണ്ട് കേട്ടോ. രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. രണ്ടും ഒരേപോലെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഫലവൃക്ഷങ്ങൾക്കായിട്ട് ഒരു സ്ഥലവും ചെടികൾക്ക് ഒരു സെക്ഷൻ, പിന്നെ ഇൻഡോർ പ്ലാന്റിന് ഒരു സെക്ഷൻ, അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതുപോലെ നല്ല വൃത്തിയുണ്ട്. ഒരു നമ്മൾ എന്താ പറയാ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയും കൊള്ളാം. പപ്പായയുടെ തൈ വരെ ഇവിടെ ഉണ്ട്. പപ്പായ, മുരിങ്ങ, ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ തൈകൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓറഞ്ചാണ്. ഓറഞ്ച് ഒരു വെറൈറ്റി ഓറഞ്ച് എന്നാണ് ഇത് പറഞ്ഞത്. പേര് ഓർക്കുന്നില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ ഒരുപാട് ചീലാന്തി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതും ഇവിടെ ഉണ്ടായിരുന്നു. തൈ ഞാൻ കണ്ടായിരുന്നു. അത് ഇനി ഇനമാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ കാണുന്നത് ആ ഒരു വെറൈറ്റി ഐറ്റം, നിങ്ങൾ അങ്ങ് ദൂരെ അങ്ങ് അറ്റത്ത് കാണുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് ഞാൻ ഇപ്പം പറഞ്ഞു തരാം. ഇതാണ് ഇവിടുത്തെ വെറൈറ്റി, ഈ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഓർക്കിഡ്. ഇത് നിങ്ങൾ ഈ ഏരിയയിൽ, നമ്മുടെ നെടുമങ്ങാട് ഏരിയയിൽ എങ്ങും കാണാത്ത ഒരു ഐറ്റം.
നമ്മൾ വെഞ്ഞാറമൂട് നമ്മൾ നമ്മൾ ഇതുവരെ പോയിട്ടുള്ള ഈ കണ്ട ഈ ഗാർഡനിൽ മാത്രമേ നമ്മൾ കണ്ടത് അല്ലേ ഇത്? ഓർക്കിഡ്. അതെ, ഓർക്കിഡ് കാണും. ഓർക്കിഡുകളുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. 750 രൂപ, 650 രൂപ, 900 രൂപ, ഇതൊക്കെയാണ് ഓർക്കിഡിന്റെ റേഞ്ച് വരുന്നത്. ഇതെല്ലാം വെറൈറ്റി ഓർക്കിഡുകളാണ്, വളരെ കളക്ഷൻ, നല്ല സൂപ്പർ കളക്ഷൻ, വെറൈറ്റി കളറുകളാണ് കേട്ടോ അതൊക്കെ. അതെ. ശ്രീലങ്കൻ മുല്ല 80 രൂപയാണ്. ചെറിയ ചെറിയ കുറ്റിച്ചെടികളൊക്കെ 400 രൂപ തൊട്ട് 400 രൂപ, 250 രൂപ, 400 രൂപ ആ റേഞ്ചിലൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് കടലാസ് ചെടിയിലേക്ക് ഒരു ഇനം ആണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതുകൂടാതെ ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ, എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി നിൽക്കുന്നതാണ്. പിന്നെ റോസയുടെയൊക്കെ കളക്ഷൻ ഉണ്ട്, നല്ല റോസ 80, 100, 120 അങ്ങനെ പോകും കേട്ടോ. അതെ അതെ. പിന്നെ ഈ ചെടി ഇത് തന്നെയാണ് ഇവിടത്തെ ഉള്ളതിൽ നമ്മളെ ഈ ഇത് ഇലച്ചെടികളില് ഇൻഡോർ പ്ലാന്റുകളാണ് ഒരു സെക്ഷനിൽ ചെയ്തേക്കുന്നത് കേട്ടോ. ഇൻഡോർ പ്ലാന്റുകളുടെ കളക്ഷൻസ് ആണ്. എന്ത് ഭംഗി നോക്കിയാൽ കാണാൻ. ഞാൻ ഇതൊക്കെ നോക്കി, ഇത് നിൽക്കുന്ന കണ്ട ആ പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സങ്ങ് കുളിർക്കുകയല്ലേ. അതുമാത്രമല്ല അവര് നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പൂക്കളൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അവരകത്ത് ഷീറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് മഴയായിട്ട് ഇങ്ങനെ പൂ നിൽക്കുന്നത് കേട്ടോ. അതെ, ഞാനല്ല, നമ്മുടെ മഴവെള്ളമൊന്നും നേരിട്ടൊന്നും വീഴത്തില്ല. അതുകൊണ്ട് പൂക്കളെല്ലാം വളരെ മനോഹരമായി നിൽപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. നമ്മളെ റോസയാണെങ്കിലും അല്ലെങ്കിൽ കടലാസ് ചെടിയാണെങ്കിലും. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം 80 രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ് 80 രൂപ മുതലാണ്. അതിൽ ചെറുതില്ല, ഏറ്റവും സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത്. അതും നല്ല അടിപൊളിയായിട്ട് പൂത്തിക്കുന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ 400 രൂപയാണ് പറഞ്ഞു കേട്ടോ. ഓ, ഇത് അത് തന്നെ കേട്ടോ. ഞങ്ങളിത് ചോദിച്ചത് 450 രൂപ പറഞ്ഞ ഐറ്റം കേട്ടോ. സൂപ്പർ ആട്ടോ ഇത്. പക്ഷേ കാണാനായിട്ട് 400 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഭംഗിയെന്ന് വെച്ചാൽ അടിപൊളി തന്നെയാണ് കാണാൻ. എന്ത് ഭംഗി നോക്കി. നമുക്ക് ഒരു വീട്ടിൻ്റെ മുമ്പേ കഴിഞ്ഞാൽ നിൽക്കുമ്പോഴത്തേക്കുള്ള ആ വീടിൻ്റെ ഒരു ലെവലങ്ങ് മാറും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും വന്നൊന്ന് കണ്ടു നോക്കുക ഈ ഗാർഡൻ. നമ്മുടെ അമല ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ടുള്ള കരുണ ഗാർഡൻ. വളരെ മനോഹരമായിട്ടുള്ള കരുണ ഗാർഡൻ. എന്താ റോസയുടെ കളക്ഷൻ ഉണ്ട്. കൂടാതെ തന്നെ ഇത് നോക്കി, ഇതൊക്കെ ഒരു വെറൈറ്റി ചെടികൾ. നമ്മുടെ ഇത് നമുക്ക് മ്യൂസിയത്തിലൊക്കെയാണ് സാധാരണ കാണാൻ പറ്റുന്നത്. ഇലച്ചെടികൾ എന്ത് ഭംഗി നോക്കി. എല്ലാം പോട്ടെ, ഇനി നമുക്ക് അകത്തുള്ള കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. അതായത് കണ്ടോ, ഇൻഡോർ പ്ലാന്റിനായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ചെടിച്ചട്ടികളും അതുകൂടാതെ തന്നെ കുറേ ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റിനായിട്ട് ചെയ്യാൻ പറ്റി ചെടിച്ചട്ടി, പല നല്ല ഡിസൈൻ വർക്കിലുള്ള ചെടിച്ചട്ടികൾ. ഇവിടെ വന്നാൽ എന്ത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. അതെ, ചെടിച്ചട്ടികൾ ഇത് മാത്രമല്ല കൂട്ടുകാരെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിച്ചട്ടി ഇവിടെ ഉണ്ട്. നമ്മളും തടിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ചെടിച്ചട്ടി ഞാൻ നമ്മൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയാൽ ഇൻഡോർ പ്ലാന്റ് ചെടിച്ചട്ടികൾ നമ്മൾ വീട്ടിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അതെ, തൂക്ക് ചെടിച്ചട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. അതുകൂടാതെ നിങ്ങൾ ഈ കാണുന്ന ഐറ്റംസ് ആണ് ഇവിടത്തെ ഹൈലൈറ്റ്. ഏതാണ് ഇവിടെ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൂക്കിയിടാൻ പറ്റാതെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. റേറ്റ് കണ്ടല്ലോ, 720, 540 ഈ റേറ്റ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് നിങ്ങൾ വന്ന് റേറ്റ് കണ്ടെടുക്കുക. ഇതൊക്കെ നമുക്ക് വീട്ടിനകത്ത് വെക്കാൻ പറ്റുന്ന വളരെ ഡിസൈൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഒരു ഗാർഡനിലും കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസ് അല്ലേ. അപ്പൊ നമ്മൾ ഇനി പിന്നെ നമ്മൾ പുറത്ത് വളം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വളവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ഇവിടെ വളം ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചെടിച്ചട്ടികളുണ്ട്. പല രീതിയിലുള്ള നമ്മൾ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ചെടിച്ചട്ടികളുണ്ട്. അപ്പൊ നമ്മളൊരു എന്താണ് വാങ്ങിയത്? മുല്ല. അതെ, നമ്മളൊരു ശ്രീലങ്കൻ മുല്ലയാണ് ഇവിടെ നിന്ന് വാങ്ങിയത്. അത് പൂ കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അത് മണമില്ലെങ്കിൽ വെളിയിൽ മൊസാന്ത നിൽക്കുന്ന കണ്ട വെളിയിൽ പോകുന്നവരെ ആകർഷിക്കാനായിട്ട് അവര് റോഡിലാണ് കേട്ടോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതാ ഗാർഡനിൽ നിന്ന് ഇറങ്ങി, കരുണ ഗാർഡനിൽ നിന്ന് ഇറങ്ങി. ഗാർഡൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വരണം കേട്ടോ. പൂക്കളുടെ ചെടികളുടെ അതിവിശാലമായ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാരെ, താങ്ക് യു.